സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിക്കുന്നത് നല്ലതാകും. കാരണം ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പറഞ്ഞു വരുന്നത് 10 വർഷത്തെ CPM ഭരണത്തിനാണ് ജനങ്ങൾ അന്ത്യം കുറിച്ചത്. ഇനി 5 വർഷം കേരളത്തിൽ UDF ഭരിക്കും. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിൽ, അതായത് ഭരണസിരാ കേന്ദ്രത്തിലെ ഏതെങ്കിലും വകുപ്പിൽ ഒരു തീപിടുത്തം ഉണ്ടായാലോ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത്. അതായത് പ്രോട്ടോകോൾ വിഭാഗത്തിലാണ് അന്ന് ഒരു വൈകുന്നേരത്തോട് അടുപ്പിച്ച് ഒരു തീപിടുത്തമുണ്ടായത്. അന്ന് സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് ഉൾപ്പെടെ കത്തി നിൽക്കുന്ന സമയം. സ്വർണ്ണക്കടത്ത് കേസിൽ NIAയ്ക്കും EDയ്ക്കും സുപ്രധാന തെളിവുകൾ നൽകേണ്ട പ്രോട്ടോകോൾ വിഭാഗത്തിലാണ് അന്ന് തീപിടുത്തമുണ്ടായത്. നിലവിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പഴയ സർക്കാർ ഉപയോഗിച്ച ഫയലുകളെല്ലാം എടുത്തിട്ട് പരിശോധിക്കാനുള്ള ഒരു നീക്കം പുതിയ ഒരു സർക്കാർ നടത്തും. അതോടെ CPMന്റെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാ അഴിമതികളും അതോടെ പുറത്താക്കും. കൂടാതെ ഓരോ ഫയലുകളിൽ CPM നടത്തിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളെല്ലാം വെളിച്ചത്താകുന്നതോടെ CPMന്റെ മന്ത്രിമാരടക്കം ജയിലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് എല്ലാ ഫയലുകളും നശിപ്പിക്കുകയാണ് ധൃതി പിടിച്ച്. സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലും വിവിധ സെക്ഷനുകളിലും ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സാധാരണ നിലയിൽ ആവശ്യമില്ലാത്ത കടലാസുകൾ നശിപ്പിക്കാറുണ്ടെങ്കിലും ഇത്രയും വലിയ തോതിൽ ഫയലുകൾ നീക്കം ചെയ്യുന്നത് ജീവനക്കാരുടെ ഇടയിൽ സംശയം ഉയർത്തുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തുടങ്ങിയ ഈ നീക്കം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതോടെ അതിവേഗത്തിലാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് ശേഖരിച്ച ഫയലുകൾ ചീഫ് സെക്രട്ടറിയുടെ മുറിക്ക് സമീപമുള്ള ഷെൻഡറിംഗ് റൂമിലെത്തിച്ച് മെഷീൻ ഉപയോഗിച്ച് നശിപ്പിച്ച് നാമാവിശേഷമാക്കുകയാണ്. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും നടത്തിയ പ്രധാനപ്പെട്ട കത്തുകൾ, ഈ ഓഫീസ് സംവിധാനത്തിന് പുറത്ത് കടലാസ് ഫയലുകളായി കൈകാര്യം ചെയ്ത കുറിപ്പുകൾ, അനുബന്ധ രേഖകൾ എന്നിവയാണ് പ്രധാനമായും നശിപ്പിക്കപ്പെടുന്നത്. സുപ്രധാന വിവരങ്ങളും ഇടപാടുകളും പുറത്താകാതിരിക്കാനാണ് ഈ നീക്കം നടത്തുന്നത്. വലിയ അഴിമതികൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരുന്നത് വരെ ഫയലുകൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ചീഫ് സെക്രട്ടറിക്കും വകുപ്പ് സെക്രട്ടറിമാർക്കുമാണ്. എന്നാൽ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ വലിയ സുപ്രധാന ഫയലുകൾ ഓഫീസുകളിൽ നിന്ന് കടത്തിയതായും സൂചനയുണ്ട്. ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാനുള്ള സർക്കാർ നീക്കം ഡിജിറ്റൽ ഫയലുകൾ നശിപ്പിക്കാനാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നത്. ഭരണമാറ്റം വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഫയലുകൾ നശിപ്പിക്കുന്നത് ഭരണപരമായ സുതാര്യതയെ ബാധിക്കുമെന്ന വിമർശനം ശക്തമാണ്. ഈ ഓഫീസ് സംവിധാനം നിലവിലുള്ളതിനാൽ കടലാസ് ഫയലുകൾ കുറവാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഷെഡറിംഗ് മെഷീനുകൾ വഴി കിലോ കണക്കിന് രേഖകൾ നശിപ്പിക്കപ്പെടുന്നത് വലിയ വാദങ്ങൾക്ക് വഴിമരുന്നിട്ട് വച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഈ ഫയൽ നശിപ്പിക്കൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രതിഷേധത്തിനും ഒരു കാരണമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.